ജാസ്മിനും ഗബ്രിയും പിരിഞ്ഞോ? പിരിഞ്ഞ? എങ്ങനെ പിരിഞ്ഞടാ? നിങ്ങളിങ്ങനെ അല്ലായിരുന്നല്ലോ. പിരിയാനുള്ള കാരണം എന്ത്? സോഷ്യൽ മീഡിയയിൽ പരസ്പരം അൺഫോളോ ചെയ്താ ഗബ്രി കോംബോ അവസാനിക്കട്ടെ, അടുത്ത എപ്പിസോഡിലേക്ക് പോകണ്ട, അതാ നല്ലത്. ഇൻസ്റ്റഗ്രാമിൽ ആ തല്ല് തീർന്നില്ലേ? ഗബ്രിയെ ഒഴിവാക്കി ജാസ്മിൻ. ആ വൈറൽ പോസ്റ്റിന് പിന്നാലെ ഉള്ള സത്യമെന്ത്? അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. ഒന്ന്, നാട്ടുകാർക്ക് പറയാനും ചിരിക്കാനുമായിട്ട് ഒരുപാട് കാരണങ്ങളായി. രണ്ട്, നിങ്ങളായിട്ട് തന്നെ നിങ്ങൾ ചെയ്തുണ്ടാക്കിയ ഒരു കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയുടെ പ്രൊമോഷനായിട്ട് ആദ്യം നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുക, അതിലൂടെ പോസിറ്റീവ് കാര്യത്തിലേക്ക് എത്തുക. എന്തായാലും നമുക്ക് ഈ കാര്യങ്ങൾ എന്താണെന്നും അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും കുറച്ച് തെളിവുകളും കുറച്ച് വീഡിയോസും ഉണ്ട്, ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താം. അത് നിങ്ങൾ തന്നെ കണ്ടിട്ട് ഇവർ ഈ കാണിക്കുന്ന കോപ്രായം സത്യമാണോ കള്ളമാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ച് പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തുക. പിന്നെ ഹൈപ്പ് കൊടുക്കാനുള്ളവരെല്ലാം വ്യക്തമായിട്ട് എൻ്റെ വീഡിയോയുടെ താഴെ ഹൈപ്പും കൊടുത്തിരിക്കണം. അപ്പോൾ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ജാസ്മിന്റെ ഇൻസ്റ്റാഗ്രാമിൽ 842K ഫോളോവേഴ്സ് വരുന്നുണ്ട്. അതിനകത്ത് ഇവരുടെ അൺഫോളോ ലിസ്റ്റ് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫോളോയിങ്ങിനകത്ത് ഗബ്രി എന്ന് പറഞ്ഞ ഒരാളില്ല. ഫോളോ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഗബ്ര ഇല്ല. അപ്പോൾ അവിടെ അൺഫോളോ അടിച്ച്, അപ്പോൾ എന്തെങ്കിലും കാര്യം കാണും. എന്തെങ്കിലും കാര്യമില്ല, നമുക്ക് അൺഫോളോ അടിക്കാൻ പറ്റത്തില്ല. അതിനുശേഷം ഗബ്രിയുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 142K ഫോളോവേഴ്സും കിടപ്പുണ്ട്. അതിനകത്ത് സെർച്ച് ചെയ്യുമ്പോഴത്തേന് ജാസ്മിൻ ഉണ്ട്. അപ്പം ജാസ്മിൻ അതുപോലെ തന്നെ ഗബ്രിക്കുള്ളിലുണ്ട്. പക്ഷെ ജാസ്മിനുള്ളിൽ ഗബ്രി ഇല്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പമായിട്ട് ഇപ്പോൾ ആൾക്കാരെടുത്ത് ചൂണ്ടിക്കാണിക്കുന്നതും പിന്നെ ഒരു വൈറൽ പോസ്റ്റുമായിട്ട് ഈ പെങ്കൊച്ച് മുന്നോട്ട് വരാനുള്ള ഒരു കാരണമൊന്നും എനിക്ക് ബേസിക്കലി ഇത് കണ്ടപ്പോൾ തോന്നിയൊരു കാര്യമാണ്. പിന്നെ ഗബ്രിയുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ അതിനകത്ത് ഇട്ടിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു വീഡിയോസും ഇപ്പം നിലവിൽ അതിനകത്ത് കാണാനും പറ്റുന്നില്ല. അങ്ങനെ നമ്മളൊന്ന് നോക്കി, എന്തായാലും പ്രൊഫൈലൊക്കെ കയറിയല്ലോ, പ്രൊഫൈൽ കയറി ഒന്ന് അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവസാനം ജാസ്മിൻ അപ്ലോഡ് ചെയ്തിട്ടൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴത്തേന് വീഡിയോയുടെ താഴെ ഒരു കമന്റ് കിടക്കുന്നു കേട്ടോ. കുഞ്ഞാമിന ഇട്ടേക്കുന്നത്, ഗബ്രിയും തേച്ചല്ലേ, അടുത്തതാരാ വെയിറ്റ് ചെയ്യുന്നത്. അതിന് ജാസ്മിൻ കൊടുത്ത മറുപടി, അടുത്തത് നിന്റെ തന്തയാണ്. അത്ഭുതമൊന്നുമില്ല, ഇതല്ലതിന്റെ അപ്പുറം എന്തല്ല കുഞ്ഞ് പറയും. അത് നല്ല കാര്യം. കുഞ്ഞ് അങ്ങനെ തന്നെയാണ്. കുഞ്ഞ് ഒരുപാട് ബോൾഡ് ആണ് എന്ന് ബിഗ് ബോസിനകത്ത് വന്ന് നമ്മളെ അടുത്ത് തെളിയിച്ചൊരു വ്യക്തിയാണ്. 6 എന്ന് പറഞ്ഞൊരു സാധനം ജാസ്മിൻ മാത്രം കൊണ്ടുപോയൊരു സീസണാണ്. ജാസ്മിൻ അത് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, പക്ഷെ ഒരു സീസൺ എടുത്ത് തോളി വെച്ച് മുന്നിലോട്ട് അങ്ങ് കൊണ്ടുപോയി. വിജയാവത്തില്ലേ, പക്ഷെ അവസാന നിമിഷം വരെ പോരാടി. അത് പല രീതിയിലുള്ള റൊമാൻസ്, കരച്ചില്, ഹെയ്റ്റ്, സ്നേഹം. അതായത് ഒരു പെണ്ണിന് ബിഗ് ബോസിനുള്ളിൽ ഏതൊക്കെ രീതിയിൽ കളിക്കാമോ, അല്ലെങ്കിൽ ഒരു കോണ്ടസ്റ്റന്റ്, പെണ്ണെന്ന് വേണ്ട, ഒരു കോണ്ടസ്റ്റന്റിന് ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോയിൽ ഏതൊക്കെ രീതിയിൽ കളിക്കാമെന്നുള്ളത് 100 ദിവസം നിന്ന് തെളിയിച്ച് കാണിച്ചു തന്നെ. അതിനുശേഷം പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഇവരുടെ കോംബോ കുറച്ചധികം ആൾക്കാരെ അസ്വസ്ഥരാക്കി. അതായത് ഇവരെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറഞ്ഞു. ഇത് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും വർക്കൗട്ട് ആവത്തില്ല എന്ന് പറയുന്ന വ്യക്തികൾക്ക് വീണ്ടും ഒരു പറയാൻ പറ്റാത്ത രീതിയിൽ അവരുടെ വായടപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കോംബോ ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ നിലനിന്ന് അതുപോലെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന, ടൂർ പോകുന്നു, പട്ടായ പോകുന്നു, തായ്ലൻഡ് പോകുന്നു, എവിടാണ്ടൊക്കെ പോകുന്നു, അതിന്റെ വീഡിയോസ്, ഫോട്ടോസ് എല്ലാം ഒന്നിച്ചുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, ഒന്നിച്ച് റൂം എടുക്കുന്ന കാര്യങ്ങൾ എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അതെല്ലാം കാണുമ്പോഴത്തേന് ഓക്കെ, ഇവർ പുറത്തു വന്നിട്ട് ഇതുപോലെ തന്നെ കുറച്ചധികം ആൾക്കാർക്ക് സന്തോഷമായി. എന്നാൽ കുരുപൊട്ടേണ്ടവർക്ക് കുരുപൊട്ടാനും സംഭവിച്ചു. എന്നാൽ ജാസ്മിന്റെ കാര്യം ആലോചിക്കണം. ജാസ്മിൻ എൻഗേജ്മെന്റ് പോലുള്ള ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഷോയിലേക്ക് പോകുന്നത്. എന്നാൽ ആ എൻഗേജ്മെന്റ് നടത്തിയിട്ടുള്ള പയ്യനെ കുറിച്ച് ഒരു അക്ഷരം പോലും ആ ഷോയ്ക്ക് പെണ്ണ് പറഞ്ഞിട്ടുമില്ല. അവർ വീട്ടുകാർ വന്നപ്പോൾ പോലും ചോദിക്കാനായിട്ട് നിലനിന്നിട്ടുമില്ല. അപ്പൊ പിന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ആ കൊച്ചെന്തോ ഉദ്ദേശിക്കുന്നുള്ള കാര്യം. എന്നാൽ ജാസ്മിന്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് കയറിയിട്ട് നമ്മളെ വീഡിയോസ് ഒന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി ആ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നിലവിൽ അതുപോലെ തന്നെ ഉണ്ട്. എന്നാൽ ആദ്യത്തെ ഭാഗങ്ങളിലൊന്നും ഗബ്രിയെ സംബന്ധിച്ചില്ല. കുറച്ച് അങ്ങോട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കിന് ആണ്ടേ ഗബ്രിയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം അൺഫോളോ മാത്രമേ ചെയ്തിട്ടുള്ളൂ. വീഡിയോ സാധനങ്ങളൊക്കെ അതുപോലെ കിടപ്പുണ്ട്. ഇനിയിപ്പം ഈ പേയ്മെന്റ് ചെയ്ത് കൊളാബ് ചെയ്ത കാര്യമാണ്. പല കാര്യങ്ങളും പേയ്മെന്റ് ചെയ്ത് കൊളാബ് ചെയ്തതായതുകൊണ്ട് ചിലപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇച്ചിരി വിഷയം ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടായിരിക്കാം മേ ബി ഇതുപോലുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നിലനിർത്തിയത്. എന്നാൽ ഇതിന്റെ ഒരു രണ്ടാമത്തെ ഭാഗം എന്താണെന്ന് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇവര് കഴിഞ്ഞ ദിവസം, അതായത് 1-2 ദിവസം മുമ്പായിട്ട് ഒരു ആൽബം സോങ് ക്രിയേറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സാധനം ഇതുപോലൊരു സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന വ്യക്തികളായതുകൊണ്ട് ഇവർക്കത് അത്രയും വലിയ രീതിയിൽ ഹൈപ്പോ അല്ലെങ്കിൽ ഭയങ്കരമായ രീതിയിൽ ഇത് വൈറലാവുകയും നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. എന്നാൽ ഇങ്ങനൊരു ഇഷ്യൂ ക്രിയേറ്റ് ആയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു വീഡിയോ ഇറങ്ങിയെന്ന് വരെ പല വ്യക്തികളും കണ്ടത്. ഇന്നലെ ഏതാണ്ട് 43,000K മാത്രം വ്യൂസ് കിടന്നൊരു സാധനമാണ്. അപ്പൊ ഇന്ന് നോക്കിയപ്പോഴത്തേന് വീണ്ടും ഒരു 10,000 പേര് വെച്ച് വീണ്ടും കയറി കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എന്താ മേഘമായി നീ എന്ന് പറഞ്ഞൊരു വീഡിയോ സോങ്. ഇനി ചിലപ്പോൾ ഈ വീഡിയോ സോങ്ങിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണോ ഈ പരിപാടികൾ കാണിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചർച്ച ആകുമ്പോഴത്തേക്കിന് നമ്മൾ എന്തായാലും ഒബ്വിയസ്ലി നമ്മൾ കയറി നോക്കാം, ഇവർ തമ്മിൽ ഒരു വീഡിയോ അഭിനയിച്ചാണല്ലോ, അപ്പൊ വീഡിയോ എന്തുവാ, അത് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി എന്തായാലും ജനങ്ങൾക്ക് കാണുമല്ലോ, മലയാളികൾക്ക് പൊതുവെ അത് കാണും. അപ്പം അത് എന്തുവാണെന്ന് അറിയാനായിട്ട് അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കിന് ഇതുപോലൊരു ഹൈഡ് ആൻഡ് സീക്ക് പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ വൈറലാവാം, റീച്ചിലേക്ക് എത്താമെന്നൊരു പരിപാടി കൊണ്ടായിരിക്കാം മേ ബി അവരും അതിനൊരു ഓപ്ഷനായിട്ട് എടുക്കാം. പക്ഷെ അതല്ല,
ഇവർ ജെനുവിനായിട്ട് സെപ്പറേറ്റഡ് ആയിരുന്നാണെന്നെങ്കിൽ ഈ പറഞ്ഞ ജാസ്മിൻ ജാഫറിന് ഇതൊരു വലിയ ക്ഷീണം തന്നെ ആയിരിക്കും. കാരണം നമുക്ക് ബിഗ് ബോസിനുള്ളിൽ 3-4 സംഭവങ്ങൾ നമ്മളൊന്ന് കണ്ടു നോക്കാം. അത് സംഭവങ്ങളല്ല, വെറും സംഭവ ബഹുലമായിട്ട് ബിഗ് ബോസിനുള്ളിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇത് കണ്ടിട്ട് നിങ്ങൾ പറയണം എങ്ങനെ ആയിരുന്നു എന്നുള്ളത്. എന്തായാലും നിങ്ങളെല്ലാം കണ്ടതാ, ഞാൻ ഉൾപ്പെടെ എടുത്ത് റിവ്യൂ ചെയ്ത കാര്യമാണ്. പക്ഷെ ഇതുപോലെ അവസരത്തിൽ വീണ്ടും അത് കാണിക്കാനായിട്ടൊരു തോന്നാൻ കാരണം എന്താ, ഇവരെ പോലുള്ളവർ വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നതുകൊണ്ടാണ്. ഒന്ന് നോക്കാം. മുന്നിലുള്ള കർട്ടൻ കയറുപയോഗിച്ച് തുറക്കും. ഇതൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ അന്ന് ബിഗ് ബോസിന്റെ പ്രൊമോയൊക്കെ വന്നപ്പോഴത്തേന് ആൾക്കാർ വെയിറ്റ് ചെയ്തൊരു സാധനമാ. ജാസ്മിൻ കിടന്ന് കാണിക്കുന്നു, ഇല്ല നല്ലോണം കളിക്കുന്നു, നീയല്ല ഞാനാണ്. അതായത് ബിഗ് ബോസ് ഇവനെ ഇറക്കി വിടാൻ എന്നെ ഇറക്കി വിടാൻ പറ്റും, ഇവനിവിടെ നിൽക്കട്ടെ. എന്താ പ്രകടനങ്ങളെ കാണിച്ചു വെക്കുന്നത്. തന്തയ്ക്ക് വിളി അങ്ങോട്ടും ഇങ്ങോട്ടും, ആരുമായിട്ട് മറ്റേ പൊട്ടന് കപ്പ് കിട്ടിയ അവനുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്ക് വിളി തള്ളയ്ക്ക് വിളി ഇടി ഗുസ്തി, എന്തൊക്കെ പരിപാടികളായിരുന്നില്ലേ. സീസൺ അങ്ങ് അലങ്കോലമാക്കാൻ ഇവരല്ലാതെ വേറെ ആരുമില്ലായിരുന്നു. ആ രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ആ ഔട്ടാവുന്ന സമയത്തുള്ള ആ ഒരു വികാരഭരിതമായ നിമിഷങ്ങൾ ബിഗ് ബോസ് ഗബ്രി ഒന്ന് കരയടാ, ഒന്ന് ജസ്റ്റെങ്കിലും ഒന്ന് കരഞ്ഞു കൊടുക്കണമായിരുന്നു കേട്ടോ. കാരണം ഇതുപോലൊരു എവിക്ഷൻ എനിക്ക് തോന്നുന്നു വേറെ ആരുടെ ഒരു എവിക്ഷൻ കണ്ടിട്ടില്ല. കൂടെ നിൽക്കുന്ന കോണ്ടസ്റ്റൻസ് ഔട്ടായി പോകുമ്പോഴത്തേന് ഏതോ കുടുംബത്തിൽ ആരോ മരിച്ചതുപോലെ കിടന്ന് നിലവിളിച്ച് കിടന്ന് കരയുന്ന വേറൊരു കോണ്ടസ്റ്റന്റിനെ ഈ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ വേറെ ആരും കണ്ടിട്ടില്ല. അത് ജാസ്മിൻ ജാഫർ മാത്രം കാണിച്ചു തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഈ ബിഗ് ബോസിനകത്ത് ഏതൊക്കെ രീതി കളിക്കാൻ പറ്റും ആ രീതിയിലെല്ലാം കഴഞ്ഞ് മെഴുകി നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നൊരു കാര്യം. ഇനി അടുത്ത അവസാനത്തെ സ്റ്റെപ്പ് അതിന്റെ നല്ലോണം കളിക്കുന്നതാ. അതെ, അവൻ നല്ലോണം കളിക്കുന്നതാണ്ട് ഞങ്ങൾ നേരത്തെ എടുത്ത് തൂക്കി വിളി കളഞ്ഞത്. അത് പിന്നെ ആ കളിയുടെ കാര്യമൊന്നും പറയല്ലേ. ആ കളിയൊക്കെ നമ്മൾ കണ്ടതാ. വാഴയുടെ മൂട്ടിലും മറ്റേ കൊന്നത്തെങ്ങിന്റെ ഇടയിലൊക്കെ പോയിരുന്നിട്ടായിരുന്നു പല പരിപാടികളും നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാം വാഴ എന്നൊരു പേര് വീഴാനുള്ള മെയിൻ കാരണം. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ജാബ്രി എന്ന് വരാനുള്ള കാരണം ഇതൊക്കെ തന്നെ. നിങ്ങളുടെ അച്ഛനൊക്കെ അറിയാമല്ലോ, ജാഫർക്കൊക്കെ അവിടെ കിടന്ന് മെഴുകാനും വീഡിയോ ഇട്ടതിനും വീഡിയോ കണ്ടതിനും ഒന്നും കയ്യും കണക്കൊന്നുമില്ല. ജാഫർക്ക് അടുത്ത് വന്ന ചോദ്യങ്ങൾക്ക് ജാഫർക്കൊക്കെ ഉത്തരവില്ലായിരുന്നു പറയാനായിട്ട്. ഉത്തരം മുട്ടിപ്പോയ പല നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു ജാഫർക്കൊക്കെ. എന്റെ പൊന്നടിയാ, എന്തു ഉറുമ്പ് കടിച്ചാണോന്ന് അറിയത്തില്ല. ആ രീതിയിൽ കിടന്ന് ബിഗ് ബോസിനകത്ത് ഒരു കോണ്ടസ്റ്റന്റ് ഔട്ട് ആയപ്പോഴത്തേന് കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് തൂവി എന്ന് തന്നെ പറയാം. അങ്ങനെ പറഞ്ഞ്, അതായത് അപ്പൊ പുറത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്കിന് ഈ ജാസ്മിനെ കുറിച്ച് ഒരു ഔട്ട്ലുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. കാരണം ഓൾറെഡി എൻഗേജ്മെന്റ് പോലുള്ള ഒരു സംഭവം കഴിഞ്ഞ് ഒരു പയ്യനുമായിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഷോയിലേക്ക് പോകുന്നത്. എന്നാൽ ആ പയ്യനെ കുറിച്ച് ഒരു അക്ഷരം പോലും ഈ ഷോയ്ക്കകത്ത് മിണ്ടുന്നില്ല. അതിനുശേഷം ഈ പറയുന്ന ഗബ്രി ആയിട്ട് കോണ്ടസ്റ്റന്റിനുപരി ഒരു ഫ്രണ്ട്ഷിപ്പിനുപരി കാണുന്ന ജനങ്ങൾക്ക് പല രീതിയിലും തെറ്റിദ്ധരിക്കാൻ പാകത്തിലുള്ള പല ഈ പറയുന്ന ആക്ടുകളും ഇവർ ഈ ഷോയ്ക്കകത്ത് കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അതില്ലാന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതെല്ലാം കണ്ടിട്ട് തന്നെയാണ് ജനങ്ങൾ പലരും പല രീതിയിലേക്ക് ഇവരെ വൾഗറായിട്ട് ചിത്രീകരിക്കുന്നതാണെങ്കിൽ ശരി, പല കാര്യങ്ങളും. ഈവൻ ബിഗ് ബോസ് സഹിതം ഈ ഗബ്രി ഔട്ടായതിനു ശേഷം വീണ്ടും ബിഗ് ബോസിനുള്ളിലേക്ക് കൊണ്ടുവന്ന, അതായത് റീ എൻട്രി നടത്തിയ സമയത്ത് കൊടുത്തത് തന്നെ ഒരു കാമുകിക്ക് കാമുകൻ കൊടുക്കുന്ന സർപ്രൈസ് എങ്ങനെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. രാത്രി വന്ന് വെള്ളം കുടിക്കാനായിട്ട് എഴുന്നേൽപ്പിക്കുന്നു, ഗബ്രി ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ, അത് വലിയൊരു വൈറൽ സാധനമായിട്ടൊക്കെ ഇവർ ക്രിയേറ്റ് ചെയ്ത് വിട്ടുകൊടുത്ത് ഈ കോണ്ടസ്റ്റൻസ് അത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഷോയ്ക്ക് പുറത്തോട്ട് വന്നതിന് ശേഷം വീണ്ടും ഇവർ തമ്മിലുള്ള ഒരു ഇന്റിമസി, ഇവർ ഫ്രണ്ട്ഷിപ്പ്, ഇവർ പോകുന്ന കാര്യങ്ങൾ വരുന്നതെല്ലാം ഒരുമിച്ചാക്കി അതെല്ലാം വ്ളോഗാക്കി ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയി ഭയങ്കരമായ ഹൈപ്പായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി. കാണുന്ന ജനങ്ങൾക്കെല്ലാം ഇവർ തമ്മിൽ റിലേഷനിലാണോ, ഇനി ഇവർ കല്യാണം കഴിക്കുമോ, ഇനി ഇവർ കല്യാണം കഴിക്കും, ഇവർ തമ്മിൽ റിലേഷൻ തന്നെയാണ്. ഭയങ്കര ഗ്രൂപ്പുകൾ, ഫാൻ പേജ്, ആർമി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്ന് ഇത്രയും ബിൽഡപ്പ് ഒക്കെ ഇട്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് പല കാര്യങ്ങളിലും പോയിക്കൊണ്ടിരിക്കുന്നു. പ്രൊമോഷൻ ഒന്നിച്ച് ചെയ്യുന്നു, ട്രിപ്പ് പോകുന്നു, കാര്യങ്ങൾ തുടങ്ങിയ A-Z കാര്യങ്ങളെല്ലാം ഒന്നിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഇത്തരത്തിലുള്ളൊരു ന്യൂസ് വന്ന് അൺഫോളോ അടിച്ച് ഞങ്ങൾ തമ്മിൽ ഇനി ഒരു റിലേഷൻ ഇല്ല, ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു പോകും. മേ ബി നിങ്ങൾ ടേക്ക് ഇറ്റ് ഈസി മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പം ഇനി ഒരു മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് വരുമ്പോൾ ഗബ്രിയെ സംബന്ധിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ജാസ്മിനെ സംബന്ധിച്ച് ഓക്കെ, ജാസ്മിൻ അത് ടേക്ക് ഇറ്റ് ഈസി മൈൻഡിലേക്ക് എടുത്ത് വീണ്ടും അടുത്ത ഒരു തോള് കിട്ടി ചായാനായിട്ട് പോകാൻ പറ്റുമെങ്കിൽ ഓക്കെ, വിഷയമില്ലാത്ത കാര്യം. പക്ഷെ കാണുന്ന ജനങ്ങൾക്ക് ഇതൊരു നെഗറ്റീവ് കാര്യങ്ങൾ വീണ്ടും പറയാനും കുറച്ച് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് വീണ്ടും കൂട്ടാനുമായിട്ടൊരു സാഹചര്യം നിങ്ങളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിൽ ഇട്ട് കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണെങ്കിലും ശരി, നിങ്ങളുടെ ആ ഒരു ലെവൽ ഓഫ് റിലേഷൻ ആണെങ്കിലും ശരി, അതല്ല ഇനി കാണുന്ന ജനങ്ങൾക്ക് ഇനി മറ്റൊരാൾ വരുമ്പോഴത്തേക്കിന് അവന്റെ പേരിൽ വരെ ഇവന്റെ പേര് ചേർത്ത് സംസാരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ ഒരു ബിൽഡപ്പിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി കാണിച്ചതെങ്കിൽ വളരെ നന്നായിട്ടുണ്ട്. വീഡിയോയും വലുതാവും, നിങ്ങളും വലുതാവും. പക്ഷെ അല്ലാത്ത രീതിയിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി തോണ്ടുന്ന രീതിയിലുള്ള ഒരു നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്ത് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുത്തു.